സെൻട്രൽ ഡിപ്പോ ആയിട്ടുള്ള തിരുവനന്തപുരം കണക്ട് ചെയ്യാതെ സർവീസ് നടത്തുന്ന 2 മിനൽ സർവീസാണ് കേരളത്തിലുള്ളത്. അതിലൊന്നെന്ന് പറയുന്നത് കാസർഗോഡ് ഡിപ്പോയുടെ കോട്ടയത്തേക്ക് സർവീസ് നടത്തുന്ന ഒരു മിനൽ സർവീസാണ്. അതുപോലെ തന്നെ മറ്റൊരു വണ്ടി എന്ന് പറയുന്നത് പാലാ ഡിപ്പോയുടെ പാലയിൽ നിന്നും കാസർഗോഡിലേക്ക് സർവീസ് നടത്തുന്ന വണ്ടികളാണ്. ഈ 2 വണ്ടികളാണ് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോ കണക്ട് ചെയ്യാതെ സർവീസ് നടത്തുന്ന കേരളത്തിൽ 2 മിനൽ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കാസർഗോഡ് ഡിപ്പോയുടെ കാസർഗോഡ് നിന്നും കോട്ടയത്തേക്ക് സർവീസ് നടത്തുന്ന ഈ ഒരു മിന്നൽ ബസ്സിൻ്റെ വിശേഷങ്ങളാണ്. നമ്മളിന്ന് ഫുൾ സ്ട്രെച്ച് വീഡിയോ തന്നെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന കണ്ണൂരിൽ നിന്ന് തൃശ്ശൂരേക്ക് അതുപോലെ തന്നെ കാസർഗോഡ് കോട്ടയത്തേക്കൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഫുൾ സ്ട്രെച്ച് വീഡിയോ തന്നെയാണ്. അപ്പോൾ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങളാണ്. ടാറ്റയാണ് വണ്ടി ഓടിക്കുന്നത്. അവർക്ക് നിലവിൽ പുതിയ വണ്ടിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ എന്തായാലും പുതിയ വണ്ടിയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് കേട്ടോ എന്തായാലും. അപ്പോൾ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങളാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിൽ. സമയം അങ്ങനെ 8:40 കേട്ടോ. ഞാനുള്ളത് നമ്മുടെ കാസർഗോഡ് KSRTC സ്റ്റാൻഡിലാണ്. നമുക്ക് പോകാനുള്ള വണ്ടി അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളൂ. എന്താ പറയുക, നമ്മളവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയി കേട്ടോ. നമ്മൾക്ക് പോകാനുള്ള മിന്നൽ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു വണ്ടിയിലാണ് നമുക്കിന്ന് പോകേണ്ടത്. ATC 232. നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു. കോട്ടയത്തേക്ക് പോകുന്ന ഈ ഒരു വണ്ടിയിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് കേട്ടോ. ഇതാണ് കാസർഗോഡ് KSRTC സ്റ്റാൻഡ് കേട്ടോ. നമ്മളങ്ങനെ ബസ്സിൽ വന്ന് ബോർഡ് ചെയ്തു. നമ്മളെ സീറ്റ് നമ്പർ 2 ആണ്. പിന്നെ ഒരു ഭയങ്കര അത്ഭുതം എന്ന് പറയട്ടെ, നമ്മുടെ ഈ ഒരു വണ്ടിയിൽ ഇന്നത്തെ ക്രൂ എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു അശോകേട്ടനും മുരളിച്ചേട്ടനാണ് കേട്ടോ. ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നമ്മൾ അവരെ പരിചയപ്പെടുത്താം. വണ്ടി പഴയതൊക്കെ തന്നെയാണ്, ടാറ്റയുടെ വണ്ടിയാണ്. ATC 232 കാസർഗോഡ് ഡിപ്പോയുടെ കോട്ടയത്തേക്ക് പോകുന്ന മിന്നൽ വണ്ടി. കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ, മൂവാറ്റുപുഴ. സമയം അങ്ങനെ 9:03. നമ്മൾ കാസർഗോഡ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. ആരോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അവർ 2 മിനിറ്റ് കൊണ്ട് വരുന്നതാണ് പറഞ്ഞത്. അങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നമ്മളങ്ങനെ കാസർഗോഡ് വിട്ടു കേട്ടോ. ഒരാളെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല, ആളെത്തിയില്ല. അതുകൊണ്ട് നമ്മൾ വിട്ടു എന്തായാലും. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് നമുക്ക് പയ്യന്നൂരാണ്. പയ്യന്നൂർ ടൈം കാണിച്ചേക്കുന്നത് 9:10 കേട്ടോ. 1 മണിക്കൂർ ടൈമാണ് ഇവിടുന്ന് പയ്യന്നൂരേക്ക് കൊടുത്തിട്ടുള്ളത്. 11 മണിയാണ് കണ്ണൂർ ടൈം കേട്ടോ. നമ്മുടെ സ്വന്തം കണ്ണൂർ ടൈം 11 മണി. വണ്ടി ടാറ്റയുടെ വണ്ടിയാണ്. ഇവർക്ക് പുതിയ വണ്ടിയൊന്നും കിട്ടിയില്ല കേട്ടോ. ഇവർ തന്നെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് പുതിയ വണ്ടി വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. വണ്ടിയെ മൊത്തത്തിൽ മാറിയിട്ട്, പുതിയ വണ്ടി മീൻസ് എവിടെ ഓടിയ വണ്ടി അവർക്ക് എന്താ പറയുക മൊത്തത്തിൽ റീഫർബിഷ് ചെയ്ത് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. കാഴ്ചകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് വൈപ്പറില്ലാത്ത കാരണം മഴയാണെങ്കിൽ നമുക്ക് കാഴ്ചകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് നോക്കാം. നമ്മളങ്ങനെ കാസർഗോഡ് വിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കാണ് നമുക്ക് നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ എല്ലാ സ്ഥലത്തും നല്ല മഴയാണ് കേട്ടോ. ഞാനിന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്ന ദിവസം നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും കാഴ്ചകളൊക്കെ എത്രത്തോളാന്നുള്ളത്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ഒരു മിന്നലിൻ്റെ സ്റ്റോപ്പുകളൊന്ന് പരിചയപ്പെടുത്താം. കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് അടുത്ത സ്റ്റോപ്പ് വരുന്നത് പയ്യന്നൂരാണ്. അതിനിടെ റിക്വസ്റ്റ് സ്റ്റോപ്പ് ഉണ്ട്, കാഞ്ഞങ്ങാട് റിക്വസ്റ്റ് സ്റ്റോപ്പാണ്. പയ്യന്നൂർ വിട്ട് പിന്നെ കണ്ണൂരാണ് വരുന്നത്. കണ്ണൂർ, കോഴിക്കോട്, പിന്നെ വരുന്നത് കോട്ടക്കൽ വഴി തൃശ്ശൂരാണ്. തൃശ്ശൂർ കഴിഞ്ഞിട്ട് നമുക്ക് അങ്കമാലി റിക്വസ്റ്റ് സ്റ്റോപ്പാണ്. അത് കഴിഞ്ഞിട്ട് മൂവാറ്റുപുഴ, കോട്ടയം. ഇങ്ങനെയാണ് റൂട്ട് വരുന്നത് കേട്ടോ.
നമ്മളങ്ങനെ കാഞ്ഞങ്ങാട് എത്തി കേട്ടോ. കാഞ്ഞങ്ങാട് നമുക്ക് റിക്വസ്റ്റ് സ്റ്റോപ്പാണ്. ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് കാസർഗോഡ് വിട്ടാൽ പിന്നെ പയ്യന്നൂരാണുള്ളത്. ബട്ട് ഇത് റിക്വസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് സമയം 9:40. നമ്മളങ്ങനെ കാഞ്ഞങ്ങാട് വിട്ടു. കാഞ്ഞങ്ങാട് 2-3 പേര് ബോർഡ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നെക്സ്റ്റ് സ്റ്റോപ്പ് പയ്യന്നൂർ. മഴ അങ്ങനെ വീണ്ടും തുടരുകയാണ്. ഇത് ഈ ഒരു യാത്രയിൽ മുഴുവൻ നമുക്ക് മഴ തന്നെ ആയിരിക്കും കേട്ടോ. കേരളത്തിൽ മുഴുവനായിട്ട് നല്ല മഴയാണ്. മഴ അങ്ങനെ കണ്ടിന്യൂസ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് മൊത്തത്തിൽ എന്താ പറയുക, ആവി പിടിച്ചിട്ട് ഗ്ലാസ് അത്ര ക്ലിയർ അല്ല കേട്ടോ. പുറത്തും ആ ഒരു മഴത്തുള്ളി ഉണ്ട്, ബട്ട് അകത്തും ആ ഒരു ഇതുണ്ട് കേട്ടോ. ആ ഒരു ആവി പിടിച്ചതിൻ്റെ ആ ഒരു പ്രശ്നം. നമ്മളങ്ങനെ പയ്യന്നൂർ എത്താറായി കേട്ടോ. പയ്യന്നൂർ സമയം 10:30 കേട്ടോ. 10:28 സമയം. അങ്ങനെ 10:30 കേട്ടോ. നമ്മൾ പയ്യന്നൂർ സ്റ്റാൻഡിലെത്തി. സംഭവം ഇപ്പോൾ ഏകദേശം 25 മിനിറ്റ് നമ്മളിവിടെ ലേറ്റാണ് കേട്ടോ. 10:05 എത്താൻ വേണ്ടിയാണ് 25 മിനിറ്റ് ലേറ്റ് പയ്യന്നൂർ. നമ്മളങ്ങനെ പയ്യന്നൂർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് കണ്ണൂരാണ്. നമ്മുടെ ഹോം ഡിപ്പോ കണ്ണൂരാണ് നെക്സ്റ്റ് സ്റ്റോപ്പ് കേട്ടോ. കണ്ണൂർ ടൈം 11 മണിയാണ്. ബട്ട് 11 മണിക്ക് എന്തായാലും എത്തത്തില്ല. ഇവിടെ 25 മിനിറ്റ് ലേറ്റില്ലേ. അപ്പോൾ അതിനനുസരിച്ച് അവിടെയും ആ ഒരു ലേറ്റ് നിങ്ങൾ പ്രതീക്ഷിച്ചു. ഓക്കെ, മഴ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ബട്ട് ഈ ഒരു വിൻഷീൽഡ് ക്ലിയർ ആവാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോഴത്തേക്ക് അടുത്ത മഴ വരും. യാത്രകൾ കുറച്ച് മങ്ങലാണ് കേട്ടോ. അതുകൊണ്ടാണ് മഴക്കാലത്ത് ഈ രാത്രി വീഡിയോസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നത്. നമ്മളങ്ങനെ പയ്യന്നൂർ കഴിഞ്ഞ് ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് പഴയങ്ങാടി വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പഴയങ്ങാടി വഴിയാണ് കണ്ണൂരേക്ക് പോകുന്നത്. പഴയങ്ങാടിക്ക് ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ. നമ്മളങ്ങനെ പഴയങ്ങാടി ടൗണ് ക്രോസ് ചെയ്ത് പോകണം കേട്ടോ. നല്ല മഴയാണ്. കണ്ണൂർ കയറിയപ്പോഴത്തേക്ക് നല്ല മഴ തന്നെ. പത്തേ പഴയങ്ങാടി. നമ്മളങ്ങനെ തിരിച്ച് ആ ഒരു വളപട്ടണം പാലത്തിൻ്റെ അവിടെയാണ് വന്ന് കയറിയിട്ടില്ല കേട്ടോ. ശരിക്കും നമ്മളിപ്പോൾ വന്ന റൂട്ട് നടന്ന അത്യാവശ്യം തിരക്ക് കുറച്ച് കുറവാണ്. റോഡ് പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓടി പിടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം എല്ലാവരും ആ ഒരു റൂട്ട് വഴിയാണ് പോകുന്നത്. ഫൈനലി നമ്മളങ്ങനെ കണ്ണൂർ എത്തി കേട്ടോ. കണ്ണൂർ സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഹോം ഡിപ്പോ ആയിട്ടുള്ള കണ്ണൂർ. ഇവിടെ ഏകദേശം ഒരു 10-12ഓളം പേര് ബോർഡ് ചെയ്യാനുണ്ട് കേട്ടോ. ഒരു 5-10 മിനിറ്റോളം ഇവിടെ എടുക്കും. ഇപ്പോൾ സമയം നോക്കിക്കോ 11:18 11:20 ആവുന്നു. കണ്ണൂർ ടൈം എന്ന് പറയുന്നത് 11 മണിയാണ് കേട്ടോ. അപ്പോൾ 20 മിനിറ്റോളം ഇവിടെ ലേറ്റ്. കണ്ണൂർ 20 മിനിറ്റ്സ് ലേറ്റ്. നമ്മളങ്ങനെ കണ്ണൂർ KSRTC കയറാണ് കേട്ടോ. സമയം നോക്കുക 11:20 കേട്ടോ. 11 മണിക്കെത്തേണ്ട വണ്ടിയാണ്. 11:20 നമ്മുടെ ലെഫ്റ്റ് KSRTC സ്റ്റാൻഡിലേക്ക് കയറും.
11:26 കേട്ടോ. നമ്മൾ കണ്ണൂരിൽ നിന്ന് വിട്ടു 11:26. നമ്മളങ്ങനെ കണ്ണൂർ വിട്ടു. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് കോഴിക്കോടാണ്. കോഴിക്കോട് 12:35 ടൈം. ഇവിടുന്ന് കോഴിക്കോട് വരെയുള്ള ഒരു സ്ട്രെച്ചാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കേട്ടോ. നമ്മളുടെ ഈ ഒരു യാത്രയിൽ കണ്ണൂർ ടു കോഴിക്കോട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. വണ്ടികൾ അതുപോലെ തന്നെ റോഡ് പണിയൊക്കെ ആയിട്ട് ലേറ്റ് ആവുന്ന ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് NH66 പണി തീർന്ന് തുറന്നു കൊടുത്തിട്ടുള്ള ഒരു മുഴപ്പിലം കടന്ന് അഴിയൂർ വരെയുള്ള ഒരു സെക്ഷനാണ് കേട്ടോ. നല്ല മഴയാണ് പുറത്ത്. നല്ല പറപ്പിക്കലും പറപ്പിക്കണ്ട്. 11:50 നല്ല പറപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അധികം വലിയ പറപ്പിക്കലൊന്നുമില്ല കേട്ടോ. ചവിട്ടിയ വണ്ടി കിട്ടുന്ന രീതിയിലുള്ള പറപ്പിക്കൽ. നല്ല മഴയാണ്. നമ്മളുടെ ഈ ഒരു യാത്രയിൽ ആദ്യത്തെ ടോള് കേട്ടോ. നമുക്ക് കണ്ണൂരിൽ നിന്നാണ് കൊടുക്കാൻ. തലശ്ശേരി കൊളശ്ശേരിയാണ് ഈ ഒരു ടോള് വരുന്നത്. മുന്നിൽ ഒരു കാറുണ്ട് കേട്ടോ. ആളുടെ അവരെന്തോ സ്കാൻ ആയിട്ടില്ലാന്ന് തോന്നുന്നു. നമുക്കങ്ങനെ ഈ ഒരു ബൈപ്പാസ് കയറിയതിന് ശേഷമാണ്, അതായത് ഈ ഒരു മുഴപ്പിലങ്ങാട് അഴിയൂർ സെക്ഷനിൽ കയറിയതിന് ശേഷമാണ് ഒന്ന് കാലി കൂട്ടി കൊടുക്കാൻ പറ്റിയ കേട്ടോ. ബാക്കി റോഡിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടില്ലേ. എല്ലായിടത്തും റോഡ് ഭയങ്കര മോശമാണ്. ഇപ്പോൾ ഇതിവിടെ അഴിയൂർ കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് വടകരയും അങ്ങോട്ടൊക്കെ മൊത്തത്തിൽ പോകാം. കൊയിലാണ്ടിയൊക്കെ ഭയങ്കര മോശമായി കിടക്കാണ് റോഡ്. സമയത്ത് 12 മണിയായിട്ടോ. 1 മണിയാണ് ഈ ഒരു വണ്ടിക്ക്, 12:30 ഈ ഒരു വണ്ടിക്ക് കോഴിക്കോട് ടൈം കൊടുത്തേക്കുന്നത്. ബട്ട് ആ ഒരു സമയത്ത് എന്തായാലും എത്തത്തില്ല. 12 വരെയും കഴിഞ്ഞ് 1:30 ആവും, ചിലപ്പോൾ 1:15 ആവത്തുണ്ടെങ്കിൽ. ഇപ്പോൾ നോക്കാം എത്ര മണിക്ക് എത്തും എന്നുള്ളത്. നമ്മളങ്ങനെ ആ ഒരു പുതിയ പണി കഴിഞ്ഞ് ആ ഒരു NH66 ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു പഴയ NH66 ആണ് യാത്ര ചെയ്യുന്നത്. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു NH66. നമ്മളങ്ങനെ മൂരാട് പാലൊക്കെ കഴിഞ്ഞ്, വടകരയും മൂരാട് പാലൊക്കെ കഴിഞ്ഞിട്ട് പയ്യോളി എത്തി കേട്ടോ. പയ്യോളി നമുക്കൊരു വലിയ ബ്ലോക്ക് ഇട്ടിട്ടുള്ളത്. ഒരു 5 മിനിറ്റോളായി കേട്ടോ നമ്മളവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. വണ്ടി മൊത്തത്തിൽ ബ്ലോക്കായിട്ടുള്ള എന്താണെന്ന് അറിയത്തില്ല. സമയം നോക്കിയാൽ 12:45 കേട്ടോ. നമ്മളങ്ങനെ പയ്യോളി തന്നെ ഉള്ള കേട്ടോ. പയ്യോളി നിന്ന് ബ്ലോക്ക് അങ്ങോട്ട് മാറുന്നില്ല. സമയം ഇങ്ങനെ നീങ്ങുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 1:10 നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. അവിടുത്തെ ബ്ലോക്ക് അങ്ങ് ദൂരത്തോളം ബ്ലോക്കാണ്. ഇതിങ്ങനെ വളരെ പതുക്കെ കുറച്ചായിട്ടേ പോകുന്നുള്ളൂ കേട്ടോ. ഇത് ഈ സർവീസ് റോഡൊക്കെ മൊത്തത്തിൽ കുണ്ടും കുഴിയായിട്ടുള്ളത്. വണ്ടികൾ ഈ
ചെറിയ വണ്ടികൾ അതുപോലെ തന്നെ ഈ വലിയ ലോറികളൊക്കെ ഈ കുഴിയിലേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് വണ്ടി സ്ലോ ആവുന്നതാണ് സംഭവം. വേറെ ഒന്നുമല്ല, വണ്ടി ഓഫ് ചെയ്തു, വെറുതെ ഓണാക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇവിടുത്തെ വെള്ളക്കെട്ട് കണ്ടോ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. എത്ര വെള്ളം നോക്കിയതാ. ഈ പെട്രോൾ പമ്പൊക്കെ മൊത്തം മുങ്ങിയിട്ടുള്ള വെള്ളത്തിൽ. ഇതാണ് ഇവിടുത്തെ ബ്ലോക്ക്. ഈ ബ്ലോക്കാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം ബ്ലോക്കാണ്. മൊത്തം വെള്ളമാണ് അവിടെ. നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു ലോറീൻ്റെ ഫ്രണ്ടിലത്തെ വണ്ടി ഒരു മരം കയറ്റി കൊണ്ടുവന്ന ലോറിയാട്ടോ. ആ ഒരു ലോറിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഒരു കുഴിയിൽ ചാടിക്കഴിഞ്ഞാൽ എത്രത്തോളം സ്പീഡിൽ പോകാൻ പറ്റുന്നത്. അത് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച് മാറ്റിയിട്ടൊക്കെയാണ് പോകുന്നത്. ഇവർ ഈ ചെയ്തേക്കുന്ന വർക്ക് മൊത്തത്തിൽ ഇങ്ങനെ ഫ്ലോപ്പായി പോകണം. ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ പണിയെടുക്കുന്ന സമയത്ത് ഈ ഒരു സർവീസ് റോഡ് ഈ മഴക്ക് മുമ്പൊന്ന് മര്യാദയ്ക്ക് ടാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് നോക്കിയേ, മൊത്തം വെള്ളം കയറി ഒന്നുമില്ലാത്ത അവസ്ഥയിലുള്ളത്. എത്ര ജനങ്ങൾ എത്ര ദുരിതത്തിലാണ് പോകുന്നോ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ. ഇപ്പം എത്ര മണിക്കൂറാണ് നമ്മളിവിടെ വേസ്റ്റായിരുന്നു. ഇത് കണ്ടോ, വലിയ കുഴിയാണ്. ഇത് ആരോടും പറയേണ്ടതല്ലേ. നമ്മളങ്ങനെ ആ ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കോഴിക്കോടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് എത്തിയില്ല കേട്ടോ. സമയം നോക്കിയാൽ 2:20. 2 മണിക്കൂർ ഇവിടെ ലേറ്റായി കേട്ടോ. നമ്മളങ്ങനെ ഫൈനലി കോഴിക്കോട് KSRTC എത്തി കേട്ടോ. സമയം നോക്കിയാൽ 2:25. 2 മണിക്കൂർ ലേറ്റ്. കോഴിക്കോട് സ്റ്റാൻഡിങ്ങനെ ആരുമില്ലാതെ കിടക്കുകയാണ് കേട്ടോ. വിജനംബിച്ച് കിടക്കുകയാണ്. ആരും തന്നെ ഇല്ല, ബസ്സുകളും ഇല്ല. മൊത്തത്തിൽ കാലിയാണ് കേട്ടോ. എന്താണെന്നറിയില്ല. നമ്മളങ്ങനെ കോഴിക്കോട് സ്റ്റാൻഡിൽ ഈ ഒരു ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് ഇറക്കണം കേട്ടോ. സമയം 2:33. ഒരു മൂവാറ്റുപുഴയ്ക്ക് പോകുന്നൊരു സൂപ്പർ ഫാസ്റ്റ് ഇവിടെ ട്രാക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫാസ്റ്റ് തന്നെ സൂപ്പർ ഫാസ്റ്റ്. കേട്ടോ. നമ്മൾ കോഴിക്കോട് നിന്ന് വിട്ടു. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് തൃശ്ശൂരാണ്. തൃശ്ശൂർ ടൈം 3 മണിയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ 2 മണിക്കൂർ ലേറ്റ് അല്ലേ, അപ്പോൾ അതിനനുസരിച്ച് അവിടെയും 2 മണിക്കൂർ ലേറ്റ് കൂട്ടിക്കാം. നമുക്ക് മൊത്തത്തിലൊന്ന് മഴയൊന്നും കുറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു വടകരയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മഴയൊന്നും കുറവാണ്. അതുകൊണ്ട് തന്നെ വിൻഷീൽഡ് ക്ലിയറായി. ഭാഗ്യം തന്നെ.
ക്രൂ ഇപ്പോൾ ഇവിടുന്ന് ചേഞ്ച് ആകും കേട്ടോ. ഡ്രൈവ് ചെയ്യുന്ന ഇത്രയും നേരം ഇപ്പോൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് മുരളിച്ചേട്ടനായിരുന്നു. ഇനിയിപ്പോൾ എവിടെയും സൈഡാക്കിയിട്ട് തന്നെ ഇപ്പോൾ അശോകേട്ടൻ കയറണം കേട്ടോ. നമ്മളിന്ന് കോഴിക്കോട് നിന്ന് തൃശ്ശൂരേക്ക് പോകുന്നത് കോട്ടക്കൽ, വളാഞ്ചേരി, കുറ്റിപ്പുറം ആ ഒരു റൂട്ടിലൂടെയാണ് കേട്ടോ. അതായത് ആ ഒരു NH 66 സൈഡിൽ കൂടിയാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം NH 66 വർക്ക് നടക്കുന്നത്. ഏകദേശം പല ഭാഗത്തും ഇവിടെയൊക്കെ വർക്ക് നടന്നു കേട്ടോ. പലരും ഇതുവഴി പോവാത്തതെന്ന് വെച്ചാൽ ഇതുവഴി ഈ ഒരു സർവീസ് റൂട്ടിലൂടെ പോകുമ്പോൾ മൊത്തത്തിൽ ബ്ലോക്ക് ആവുന്ന കാരണമാണ് എല്ലാവരും ഈ ഒരു റൂട്ട് സ്കിപ്പ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകുന്നത്, അതായത് തിരൂർ വഴി പോകുന്നത്. ബട്ട് ഇവർ ഇപ്പോൾ ഇതുവഴിയാണ് പോകുന്നത് കേട്ടോ. ഞാനും ഏകദേശം കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു റൂട്ടിലൂടെ പോകുന്നത്. എറണാകുളത്തേക്ക് പോകുന്ന ഒരു ഫാസ്റ്റ് ബസ് നമ്മളെ മുമ്പിലുണ്ട് കേട്ടോ. കണ്ണൂർ ഡിപ്പോയുടെ വണ്ടിയാണ്. കോഴിക്കോട് തൃശ്ശൂർ വഴി എറണാകുളം. നമ്മുടെ മുമ്പിലായിട്ടൊരു ശബരി പോകുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ പെരുമ്പിലാവ് കഴിഞ്ഞു കേട്ടോ. പെരുമ്പിലാവ് കഴിഞ്ഞിട്ട് കേരളത്തിലെ ഏറ്റവും മോശം റൂട്ടിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒച്ചപ്പാട് കേൾക്കാൻ വേണ്ടി നമ്മളെ കണ്ണൂരിൻ്റെ വണ്ടി, കണ്ണൂരിൻ്റെ പിന്നിലാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പോയത്. ATC 228 നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് കേരളത്തിലെ ഏറ്റവും മോശം റൂട്ടിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴിയായിരുന്നു നമ്മൾ മുഖ്യമന്ത്രി ആ ഒരു യാത്ര വഴി മാറ്റി തിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്ന വഴി എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ഏകദേശം തൃശ്ശൂർ എത്താറായി കേട്ടോ. നമ്മളങ്ങനെ തൃശ്ശൂർ എത്തിയിട്ടോ. തൃശ്ശൂർ സ്റ്റാൻഡിലേക്ക് കയറുകയാണ്. സമയം നോക്കിക്കോ 5:10 കേട്ടോ. 5:20 ഇതിൻ്റെ കോട്ടയം ടൈം കേട്ടോ. നമ്മൾ ആ 2 മണിക്കൂർ അതേപോലെ പോവാണ് കേട്ടോ. 2 മണിക്കൂർ 10 മിനിറ്റ് ആയി ഇപ്പോൾ ലേറ്റ് വണ്ടി. 3 മണിക്ക് എത്തേണ്ട വണ്ടിയാണ്. 2 മണിക്കൂർ 10 മിനിറ്റ് ലേറ്റ്. ആ വണ്ടി അങ്ങനെ തൃശ്ശൂർ സ്റ്റാൻഡിൽ കിടക്കാണ് കേട്ടോ. നമ്മളങ്ങനെ തൃശ്ശൂർ സ്റ്റാൻഡിൽ നിന്ന് ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. തൃശ്ശൂർ സ്റ്റാൻഡിൽ നിറച്ചും വണ്ടികളാണ് കേട്ടോ. സമയം നോക്കിക്കോട്ടെ 5:20. നമ്മളങ്ങനെ
തൃശ്ശൂർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് മൂവാറ്റുപുഴയാണ്. ഞാൻ ടൈം പറയുന്നില്ല, ടൈം പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമായി പോകും. കാരണം വെച്ചാൽ 4:20 മൂവാറ്റുപുഴ ടൈം. ബട്ട് ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റാണ് കേട്ടോ. അത് കാരണം ഞാൻ ടൈം പറയുന്നില്ല. മൂവാറ്റുപുഴ, അത് കഴിഞ്ഞ് കോട്ടയം. ഇനിയിപ്പോൾ നമ്മളിവിടെ നേരെ ബാലിയേക്കര ടോള്, അവിടെ നിന്ന് നമ്മൾ 544 കയറും. അവിടെ നിന്ന് അങ്കമാലിയിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് MC റോഡിലേക്ക് കയറും കേട്ടോ. ഇങ്ങനെയാണ് നമ്മളെ റൂട്ട് വരുന്നത്. നമ്മുടെ മുമ്പിലായിട്ട് കർണാടക ആർട്ടിസ്റ്റിൻ്റെ ഒരു സ്കാനിയ പോകുന്നുണ്ട് കേട്ടോ. ഒരു ഐരാവത് ഡയമണ്ട് ക്ലാസ് ആണ് തോന്നുന്നത്. യെസ്, ഐരാവതിൻ്റെ ഡയമണ്ട് ക്ലാസ്. എന്താടാ വണ്ടിയല്ലേ. നമുക്ക് ഈ ഒരു കോഴിക്കോടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മഴ കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. എനിക്കൊന്നും ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് കണ്ണൂരും കാസർഗോഡും തോന്നുന്നു. ഇവിടെ കോഴിക്കോട് കഴിഞ്ഞിട്ടൊക്കെ മഴ ഒട്ടും കിട്ടിയില്ല. അത് നിങ്ങൾക്ക് വിൻഷീൽഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. മൊത്തത്തിൽ ഉണങ്ങി ആ ഒരു ഇതൊക്കെ മൊത്തം പോയിട്ട് കാണാൻ പറ്റും. നമ്മളങ്ങനെ നാഷണൽ ഹൈവേ 544 വന്ന് കയറിയിരിക്കുകയാണ്. ഇതിവിടെ പാലിയേക്കര ടോളിൽ നമ്മൾ എൻ്റർ ചെയ്യാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ റോഡ് അങ്കമാലി വരെ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. അങ്കമാലിയിൽ നിന്ന് ലെഫ്റ്റ് നമ്മൾ MC റോഡിൽ കയറും. കാലിയായി കിടക്കുന്ന പാലിയേക്കര ടോൾ. സാധാരണ ഇതങ്ങനെ കാണാറില്ല കേട്ടോ, ഇങ്ങനെ കാലിയായി കിടക്കുന്നത്. എന്ത് പറ്റിയോ ആവും. നമ്മൾ നേരത്തെ കടത്തിയ ആ ഒരു സ്കാനിയാണ് കേട്ടോ ഫ്രണ്ടിൽ പോകുന്നത്. നമ്മൾ ആ ഒരു ടോളിൽ കിടന്നപ്പോൾ അവർ കയറിപ്പോൾ അത് സമയം അങ്ങനെ 6 മണിയായി കേട്ടോ. സമയം 6 മണിയായി. 5:59. അത്യാവശ്യം വെളിച്ചം വന്നു തുടങ്ങി കേട്ടോ. ഒരു വലിയൊരു മെഷീനറിയും കൊണ്ടുപോകുന്നൊരു വണ്ടി. അങ്കമാലി നമുക്ക് റിക്വസ്റ്റ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. 6:10 അങ്കമാലി. അങ്ങനെ നമ്മൾ അങ്കമാലിയും വിട്ടു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നേരെ MC റോഡിലേക്ക് കയറാണ്. സംസ്ഥാന പാത 1. ഇവിടുന്ന് ലെഫ്റ്റ് കയറി നമ്മൾ MC റോഡിലേക്ക് കയറും. പിന്നെ ഇതുവഴി ഇവിടുന്ന് പെരുമ്പാവൂർ, അങ്കമാലി, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കോട്ടയം. ഇനിയിപ്പോൾ റോഡിലെ തിരക്ക് ഇങ്ങനെ കൂടെ വരും കേട്ടോ. കാരണം വെച്ചാൽ വണ്ടികൾ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. ഈ കാറും ഓട്ടോറിക്ഷ അങ്ങനത്തെ വണ്ടികളൊക്കെ പുറത്ത് വരാൻ തുടങ്ങി.
നടക്കാവൂരൊക്കെ കഴിഞ്ഞ് ഇവിടെ മൂവാറ്റുപുഴ എത്താറായി കേട്ടോ. സമയം 6:45. മൂവാറ്റുപുഴ KSRTC കേട്ടോ. 6:51. അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ വിട്ടു. ഇനിയിപ്പം കോട്ടയത്തേക്ക് 55 കിലോമീറ്റർ ഉള്ളത്. 1 മണിക്കൂറാണ് നമുക്ക് ടൈമുള്ള കേട്ടോ. മൂവാറ്റുപുഴ കോട്ടയം. നമുക്കിനി കോട്ടയത്തേക്ക് 37 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് നോക്കുകയാണെങ്കിൽ 159 കിലോമീറ്റർ കേട്ടോ. നമ്മളങ്ങനെ കോട്ടയം എത്തിയാളെ കേട്ടോ. നമ്മൾ KSRTC സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. അങ്ങനെ കോട്ടയം KSRTC ടൈം നോക്കിക്കോട്ടോ 7:50. അവിടെ ലെഫ്റ്റ് സ്റ്റാൻഡ്. അപ്പം നമ്മളങ്ങനെ യാത്ര കഴിഞ്ഞിട്ട് 7:45 ഇവിടെ കോട്ടയം സ്റ്റാൻഡിലെത്തി. വണ്ടി ഏകദേശം 2 മണിക്കൂറിന് അടുത്ത്, 2 മണിക്കൂറിന് നല്ല ലേറ്റാണ്. നമ്മൾ ഇതിനകത്ത് ക്രൂവിനെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ഇത് ഡ്രൈവിംഗ് സീറ്റിൽ ഇപ്പോൾ ഉള്ളത് ചേട്ടൻ്റെ പേരെന്താ? മുരളി. മറ്റൊരാൾ എൻ്റെ പേര് അശോകൻ. അപ്പോൾ ഈ 2 പേരാണ്. ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു സർവീസിൽ, അതായത് ATC 231 യാത്ര ചെയ്തപ്പോൾ ഇവർ 2 പേരും തന്നെ ഉണ്ടായിരുന്നത്. അന്ന് ഇവരെ ശരിക്കും മര്യാദയ്ക്ക് പരിചയപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. എന്ത് തോന്നുന്നു ലേറ്റ് ആവാൻ കാരണം എന്താ പറയുന്നത്? ബ്ലോക്ക് അല്ലേ? NH 66 വർക്ക് കാരണല്ലേ? നല്ല ബ്ലോക്ക് കിട്ടിയല്ലേ അവിടെ നമുക്ക്? 1.5 മണിക്കൂറിന് മേലെ ബ്ലോക്ക് വന്നില്ല അവിടെ. ശരിക്കും ആ റോഡ് പണിയെടുക്കുന്ന കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അത് തന്നെയാണ് മെയിനായിട്ട് ഇത്രയും ലേറ്റ് ആവാൻ കാരണം. ഇങ്ങനെ ലേറ്റ് ആവാറുണ്ടോ? ചില ദിവസങ്ങളിൽ. ഇപ്പം പിന്നെ മഴയായതുകൊണ്ടല്ലേ, നമ്മളെ കണ്ണൂർ ഭാഗത്തൊക്കെ നല്ല മഴയല്ലേ, കണ്ണൂർ കാസർഗോഡ് നല്ല മഴയല്ലേ. ഇങ്ങോട്ട് കയറിയപ്പോൾ പിന്നെ നമുക്ക് മഴയില്ലല്ലേ. കോഴിക്കോട് കഴിഞ്ഞ ശേഷം മഴ കുറവാണല്ലേ. അപ്പോൾ കോഴിക്കോടിന് ശേഷം മഴ കുറവാണ്. ബട്ട് എന്നാലും ആ ഒരു കോഴിക്കോട് വരെയുള്ള ആ ഒരു ബ്ലോക്കാണ് നമുക്ക് മെയിനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതേ നമ്മൾ മിന്നൽ മുരളി എന്നൊക്കെ കേട്ടിട്ടുള്ളത്, ഇതാണ് ഒറിജിനൽ മിന്നൽ മുരളി കേട്ടോ. പുള്ളിൻ്റെ പേര് മുരളി എന്നാണ്, ഓടിക്കുന്ന വണ്ടി മിന്നൽ. അപ്പം നമുക്ക് ഒറിജിനൽ മിന്നൽ മുരളി ഇതേ ഈ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവരെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. വേറെ വിശേഷങ്ങൾ വേറെ പറയാൻ കൊണ്ടോ? പുതിയ വണ്ടി വരുന്നുണ്ടോ നിങ്ങൾക്ക്? എപ്പോഴാ ഏകദേശം ഒന്നും ആയോ? ഉണ്ട് അല്ലേ. ഈ വണ്ടി മാറി വരുന്നതാണോ അല്ലെങ്കിൽ ഈ വണ്ടി പെയിന്റ് ചെയ്ത് വരികയാണോ അല്ലെങ്കിൽ പുതിയ വണ്ടി വേറെ വണ്ടി തന്നെ വരുന്നുണ്ടല്ലേ? രണ്ട് വണ്ടിയോ മാറുന്നുണ്ടല്ലേ? അപ്പോൾ ഇവർക്കും പുതിയ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇവരെ പുതിയ വണ്ടി വന്നാലും എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ കൂടി ചെയ്യാം. ഇത് നമ്മൾ ചെയ്തേക്കുന്ന ATC 232 കാസർഗോഡ് ഡിപ്പോയുടെ മിന്നൽ വിശേഷങ്ങൾ. നമ്മളങ്ങനെ ഫൈനലി കോട്ടയത്തെത്തി. ഏകദേശം 2 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് നമ്മൾ കോട്ടയത്ത് എത്തിയിട്ടുള്ളത്. 5:25 എത്തേണ്ട വണ്ടിയാണ്. നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 7:25 7:30 ആയി. അപ്പോൾ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളെന്തായാലും ആ ഒരു ക്രൂവിനെയും കൂടെ പരിചയപ്പെടുത്തും. ഈ ഒരു സർവീസിൽ ക്രൂ എന്ന് പറയുന്നത് നമ്മളായിട്ട് ഭയങ്കര കമ്പനിയാണ്. അവരായിട്ടൊക്കെ ഭയങ്കര കമ്പനിയായിട്ടാണ് നമ്മൾ ഇവിടം വരെ യാത്ര ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആ ഒരു പയ്യോളി ഭാഗത്തുള്ള ആ ഒരു ബ്ലോക്ക് കാരനാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയത്. അവിടെ വഴി തിരിച്ചുവിടുന്ന എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വലിയ വാഹനങ്ങളൊക്കെ വേറെ റൂട്ട് വഴിയാണ് സർവീസ് നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കളക്ടറൊക്കെ ഓർഡറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾ പരമാവധി ശ്രദ്ധിക്കുക. ചെറിയ വണ്ടികളൊക്കെ ഭയങ്കരമായിട്ട് ബ്ലോക്കായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ വലിയ വണ്ടികളായാലും ഈ ചരക്ക് ലോറികൾക്കൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നവർ വഴി തിരിച്ച ആ ഒരു സർക്കാരിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ അനുസരിച്ച് എന്തായാലും പോവുക. ഏതൊക്കെയോ വഴി മാറ്റി വിട്ടിട്ടാണ് ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടത് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു എല്ലാവർക്കും ബൈ ബൈ.